നമസ്കാരം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ഡിമാൻഡുള്ള പേര് ഏതാണ്? സംശയമില്ല, അത് രാമനാണ്. നമ്മൾ ടി വി സീരിയലിലും കലണ്ടറിലും ഭക്തി ചിത്രങ്ങളിലുമൊക്കെ കാണുന്ന രാമൻ എങ്ങനെയുള്ള ആളാണ്? ഭയങ്കര ശാന്തൻ, നീതിമാൻ, മര്യാദാ പുരുഷോത്തമൻ, അതായത് പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും മര്യാദയുള്ളവൻ. പക്ഷേ ശരിക്കും രാമൻ അങ്ങനെയായിരുന്നോ? വാൽമീകി രാമായണം നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണുന്നത് വേറൊരു രാമനെയാണ്. ഇന്നത്തെ കാലത്തെ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ പലതവണ ജയിലിൽ കിടക്കാൻ യോഗ്യതയുള്ള, ജാതിവെറിയുള്ള, സ്വന്തം ഭാര്യയോട് പോലും ക്രൂരത കാണിച്ച ഒരാൾ. എന്തിനാണ് ഇങ്ങനെ ഒരാളെ ഇപ്പോൾ പൊക്കിയെടുത്ത് നടക്കുന്നത്? നമുക്ക് ആ ദൈവത്തിൻ്റെ യഥാർത്ഥ മുഖമൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് രാമൻ്റെ ഫാമിലി ലൈഫ് ഒന്ന് നോക്കാം. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി. രാമൻ യുദ്ധം ചെയ്ത് സീതയെ വീണ്ടെടുത്തു. ശുഭം, അവിടെ തീരേണ്ടതായിരുന്നു കഥ. പക്ഷേ നമ്മുടെ ഹീറോ സീതയോട് പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ അഭിമാനം കാക്കാനാണ് ഞാൻ യുദ്ധം ചെയ്തത്, അല്ലാതെ നിനക്ക് വേണ്ടിയല്ല. അന്യപുരുഷൻ്റെ വീട്ടിൽ കഴിഞ്ഞ് നിന്നെ എനിക്ക് സംശയമാണ്. ചിന്തിച്ചു നോക്കണം, ഇത്രയും കഷ്ടപ്പെട്ട ഭാര്യയോട് പറയുന്ന ഡയലോഗ്. അവസാനം പാവം സീത തീയിൽ ചാടി തൻ്റെ പരിശുദ്ധി തെളിയിക്കേണ്ടി വന്നു. അതുകൊണ്ടും തീർന്നില്ല. രാജാവായ ശേഷം ഒരു അലക്കുകാരൻ അപവാദം പറഞ്ഞു എന്ന് കേട്ടതും ഗർഭിണിയായ ഭാര്യയെ രാമൻ കാട്ടിൽ ഉപേക്ഷിച്ചു. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ നട്ടെല്ലില്ലാത്ത ഒരാളെ നമ്മൾ ഉത്തമ പുരുഷൻ എന്ന് വിളിക്കണോ? ഇതിനെയാണ് ഇന്നത്തെ ഭാഷയിൽ ടോക്സിക് എന്ന് പറയുന്നത്. ഇനി രാമൻ്റെ യുദ്ധം നോക്കാം. ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം നടക്കുന്നു. രാമൻ എന്താണ് ചെയ്തത്? നേരിട്ട് പോരാടിയോ? അല്ല, മരത്തിൻ്റെ മറവിൽ ഒളിച്ചു നിന്ന് ബാലിയുടെ നെഞ്ചത്തേക്ക് അമ്പെയ്തു. ഇന്നത്തെ കാലത്ത് ഇതിനെ എന്ത് വിളിക്കും? ചതി, ഭീരുത്വം, പിന്നിൽ നിന്ന് കുത്തൽ. ദൈവത്തിനെന്തിനാണ് മരത്തിൻ്റെ മറവ്? നേരിട്ട് ജയിക്കാൻ ത്രാണിയില്ലാത്തത് കൊണ്ടല്ലേ? അങ്ങനെയുള്ള ഒരാളെ വീരശൂര പരാക്രമിയായി വാഴ്ത്തുന്നത് കോമഡിയല്ലേ സുഹൃത്തുക്കളെ? ഇനിയാണ് ഏറ്റവും ക്രൂരമായ ഭാഗം. രാമരാജ്യം വേണം എന്ന് പറയുന്നവർ ഇത് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഒരു ദിവസം നാട്ടിലൊരു ബ്രാഹ്മണ ബാലൻ മരിച്ചു. കാരണം അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് ശംഭുകൻ എന്നൊരു ശൂദ്രൻ കാട്ടിൽ തപസ് ചെയ്യുന്നു. ശൂദ്രൻ തപസ് ചെയ്താൽ അത് അധർമ്മമാണത്രേ. ഉടനെ രാമൻ വാളുമെടുത്ത് കാട്ടിലേക്ക് പോയി. തപസ് ചെയ്യുകയായിരുന്ന ശംഭുകൻ്റെ തല വെട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രാർത്ഥിച്ചു എന്ന കുറ്റത്തിന് ഒരാളെ കൊന്ന രാജാവ്. ഇതിലും വലിയ ജാതിവർ വേറെയുണ്ടോ? ഇതാണോ എല്ലാവരും ആഗ്രഹിക്കുന്ന രാമരാജ്യം? ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ള രാമൻ എങ്ങനെ ഇത്ര പോപ്പുലറായി? ഉത്തരം ലളിതമാണ്: രാഷ്ട്രീയം. ഇന്ന് വികസനത്തേക്കാൾ എളുപ്പം വോട്ട് കിട്ടുന്നത് രാമൻ്റെ പേര് പറഞ്ഞാണ്. തൊഴിലില്ലായ്മ, പട്ടിണി, വിലക്കയറ്റം ഇതൊക്കെ മറയ്ക്കാൻ കണ്ടെത്തിയ അത്ഭുതമരുന്നാണ് രാമൻ. രാമനെ ദൈവമാക്കിയല്ല, ഒരു എലക്ഷൻ ഏജൻ്റാക്കിയാണ് ഇവരുപയോഗിക്കുന്നത്. സ്വന്തം ഭാര്യയെ സംശയിച്ച, ഒളിയം പെയ്ത, ജാതി നോക്കി തലവെട്ടിയ ഒരാളെ കുട്ടികൾക്ക് റോൾ മോഡലാക്കി കാണിച്ചാൽ നമ്മുടെ പോക്ക് എവിടേക്കാണ്? രാമനെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, പക്ഷേ ആ ബിംബം ഉപയോഗിച്ച് ആരും നിങ്ങളെ പറ്റിക്കാതിരിക്കണം. കാരണം വോട്ട് പെട്ടിയിൽ വീണാൽ പിന്നെ രാമനുമില്ല, രാവണനുമില്ല. നമ്മൾ വെറും പ്രജകൾ മാത്രം. ചിന്തിക്കുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ